നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ബിജെപിയെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ് നീക്കം. അവണിശ്ശേരി ആനക്കല്ലിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായ മൺതിട്ടകൾ നീക്കം ചെയ്ത് ചുമട്ടുതൊഴിലാളികളുടെ ശ്രമദാനം. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകരാണ് മൺതിട്ടകൾ പൊളിച്ചുമാറ്റിയത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരം. നൂറുകണക്കിന് ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയത്. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ബിജെപിയെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ് നീക്കം. തൃശൂർ ജില്ലയിൽ തന്നെ ബിജെപി അധികാരത്തിലുള്ള പാറളം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ ഇടതിലെ പ്രമുഖ കക്ഷി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് സൂചന. പാർലം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ബിജെപിയുടെ അനിത പ്രസന്നൻ, വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ പി ഉണ്ണികൃഷ്ണന് അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് കൈമാറി. കോൺഗ്രസിന്റെ 6 വാർഡ് മെമ്പർമാരാണ് അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ മാസം 14 ശനിയാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുമെന്ന് ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പാർലം പഞ്ചായത്തിൽ ആകെയുള്ള 17 സീറ്റിൽ കോൺഗ്രസ് 6, ബിജെപി 6, CPI 3, CPM 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോടന്നൂർ 3-ാം വാർഡിൽ വിജയിച്ച കോൺഗ്രസ് അംഗം VP ബിന്ദുവിന്റെ വോട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അസാധുവായതാണ് ബിജെപിയുടെ അനിത പ്രസന്നനെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിച്ചത്. വോട്ട് അസാധുവായിരുന്നില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തിന് UDFും NDAയും തമ്മിൽ നറുക്കെടുപ്പ് വേണ്ടിവരുമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു വോട്ട് അസാധുവായ സംഭവത്തിന് പിന്നിലുണ്ടായത്. വോട്ട് അസാധുവായ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം VP ബിന്ദുവിനെ പുറത്താക്കിയെങ്കിലും ഏതാനും ദിവസം മുൻപ് ഇവരെ കോൺഗ്രസ് അംഗത്വം നൽകി തിരിച്ചെടുത്തു. അവിശ്വാസ പ്രമേയത്തിലൂടെ ബിജെപിയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് ഇടതുപക്ഷത്തിലെ പ്രമുഖ കക്ഷിയുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന. അവണിശ്ശേരി ആനക്കല്ലിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായ മൺതിട്ടകൾ നീക്കം ചെയ്ത് ചുമട്ടുതൊഴിലാളികളുടെ ശ്രമദാനം. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകരാണ് മൺതിട്ടകൾ പൊളിച്ചുമാറ്റിയത്. ആനക്കല്ല് ഒല്ലൂർ റോഡിലാണ് അപകടകരമായ വിധം മൺതിട്ടകളുണ്ടായിരുന്നത്. റോഡിനോട് ചേർന്നുള്ള ഇത്തരം മൺതിട്ടകൾ പ്രധാനമായും വാഹനയാത്രികർക്കാണ് അപകട ഭീഷണി ഉയർത്തിയിരുന്നത്. ഇതൊഴിവാക്കാനാണ് CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രവർത്തകർ ചേർന്ന് മൺതിട്ടകൾ പൊളിച്ചു നീക്കിയത്. യൂണിയൻ സെക്രട്ടറി TP സുഭാഷ്, ലീഡർ VR ശിവൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരം. നൂറുകണക്കിന് ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച നടന്ന ആനയൂട്ടിൽ 25 ആനകളാണ് പങ്കെടുത്തത്. രാവിലെ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനിപ്രകാശ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 1008 നാളികേരം, കരിമ്പ്, തേൻ എന്നിവ ഹോമിച്ചുള്ളതായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം ഗജപൂജ നടത്തി. തുടർന്ന് രാവിലെ 9 മണിയോടെ ആനയൂട്ട് ചടങ്ങിന് തുടക്കമായി. ക്ഷേത്രം ശാന്തി ശ്രീരാമൻ കൊടുങ്ങല്ലൂർ ദേവസ്വം കൊമ്പൻ ദേവിദാസന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് C രവീന്ദ്രൻ, ക്ഷേത്ര മാനേജർ KV വിനീത, ഗീതാഗോപി MLA, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, മറ്റ് ജനപ്രതിനിധികൾ, ആനപ്രേമികൾ, ഭക്തർ എന്നിവരും ആനകൾക്ക് ചോറുരുള നൽകി. എറണാകുളം ശിവകുമാർ, ഊക്കൻ കുഞ്ചു ഉൾപ്പെടെ 25 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ഔഷധക്കൂട്ടുകളാൽ നിറച്ച ചോറിനൊപ്പം തണ്ണിമത്തൻ, കരിമ്പ്, വെള്ളരിക്ക, ചോളം, പഴം എന്നിവയും ഉൾപ്പെട്ടതായിരുന്നു ആനയൂട്ട്. നൂറുകണക്കിന് ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച ഇടതുപക്ഷ നിലപാടിൽ ഇരട്ടത്താപ്പ് ആരോപിച്ച് മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്. UDF പാർലമെന്ററി കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്.
2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ 1.25 കോടി രൂപയാണ് LDF സർക്കാർ വെട്ടിക്കുറച്ചതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇതുമൂലം പഞ്ചായത്തിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തടസ്സപ്പെട്ടത്. ഇക്കാര്യത്തിൽ അന്ന് പ്രതികരിക്കാതിരുന്ന മതിലകം പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ UDF ഭരണത്തിന്റെ തുടക്കത്തിൽ 35 ലക്ഷം രൂപയുടെ കുറവ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നത് ശരിയല്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. മതിലകം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയുമാണ് പ്രതിഷേധമെന്നും UDF വ്യക്തമാക്കി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും മതിലകം പഞ്ചായത്ത് അംഗവുമായ സുനിൽ പി മേനോൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ TS ശശി അധ്യക്ഷത വഹിച്ചു. ഷിബു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം നസീമ നൌഫൽ, OA ജെൻട്രിൻ, KK സഗീർ, PR രാജേഷ്, ES നിയാസ്, KY ഷക്കീർ, VK ഷൺമുഖൻ, റഷീദ് മംഗലംപുള്ളി, സിന്ധു രവീന്ദ്രൻ, ബീന റഹീം, RM ജലീൽ, CJ വിഷ്ണു, അഖിൽ പി മേനോൻ, P റാഫി, ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത്, PA സുധീർ എന്നിവർ സംസാരിച്ചു. DYFI 16ാം സംസ്ഥാന സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ പുസ്തകോത്സവവും പാനൽ സംവാദവും നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 22-ന് പൊതുസമ്മേളനവും DYFI യൂത്ത് ബ്രിഗേഡ് പരേഡും നടക്കും. ഈ മാസം 19, 20, 21, 22 തീയതികളിലായി തൃശൂരിലാണ് DYFI 16ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഈ മാസം 7-ന് വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ചിന്ത പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ പുസ്തകോത്സവം നടക്കും. വൈകിട്ട് 5 മണി മുതൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA, K രാജൻ MLA എന്നിവർ പങ്കെടുക്കുന്ന പാനൽ സംവാദവും നടക്കും. അതിജീവനത്തിന്റെ ഇടതുബദൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ് സംവാദം. ഓഗസ്റ്റ് 11-ന് ചൊവ്വാഴ്ച DYFI മുൻ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, മേഖലാ കമ്മിറ്റികളെ നയിച്ച സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന പൂർവ്വകാല സംഗമവും തുടർന്ന് കലാസന്ധ്യയും നടക്കും. പാലിയക്കരയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 19-ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഐനസ് ആന്റണിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പൊതുസമ്മേളന നഗരിയിൽ തെളിയിക്കുന്നതിനുള്ള ദീപശിഖ പ്രയാണം ആരംഭിക്കും. മറ്റ് ബ്ലോക്കുകളിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖ റാലികൾക്കും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയ്ക്കും വൈകിട്ട് 4-ന് ഒല്ലൂരിൽ സ്വീകരണം നൽകും. തുടർന്ന് പൊതുസമ്മേളന നഗരിയായ നേതാജി ഗ്രൌണ്ടിലെ VS നഗറിൽ എത്തിച്ചേരും. ഓഗസ്റ്റ് 22-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബ്ലോക്കിലെ 136 യൂണിറ്റുകളിൽ നിന്നായി യുവജനങ്ങളും ബഹുജനങ്ങളും ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുക്കും. അന്ന് നടക്കുന്ന DYFI യൂത്ത് ബ്രിഗേഡ് പരേഡിൽ 12 മേഖലയിൽ നിന്നായി 372 പേരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. DYFI ഒല്ലൂർ മേഖല ബ്ലോക്ക് സെക്രട്ടറി TS വിഷ്ണു, സംഘാടക സമിതി രക്ഷാധികാരി KK രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് CA വൈശാഖ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം ലെനിൻ ട്രപ്പായി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 19, 20, 21, 22 തീയതികളിലായി തൃശ്ശൂരിൽ വെച്ച് ചേരുകയാണ്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ കൊല്ലൂർ ബ്ലോക്കിനകത്ത് രാവിലെ 9:30 മുതൽ ചിന്ത പബ്ലിഷേഴ്സിന്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ വെച്ച് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ ഗ്രന്ഥകർത്താക്കൾ എഴുതിയ നിരവധി പുസ്തകങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ആ ദിവസം നമുക്കവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണി മുതൽ DYFI സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് MLAയും അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഒല്ലൂർ നിയോജക മണ്ഡലം MLAയുമായ K രാജനും പങ്കെടുത്തുകൊണ്ടുള്ള അതിജീവനത്തിന്റെ ഇടതുബദൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പാനൽ സംവാദവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തന്നെ DYFI ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 1, 2 തീയതികളിലായി വർഗീയതയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യുവജനദ്രോഹ നയങ്ങൾക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു യുവജന സന്ദേശ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ഹർത്താൽ നടത്തി. ഹർത്താലിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പ്രകടനവും സംഘടിപ്പിച്ചു. കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചെങ്കിലും പൈപ്പിട്ടതിനു ശേഷം ടാറിംഗ് ഉൾപ്പെടെ അറ്റകുറ്റപ്പണി നടത്തിയില്ല.
പിന്നീട് ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരവുമായി. വാഹനയാത്രികരും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. റോഡ് ടാർ ചെയ്യാൻ കരാർ നൽകിയെങ്കിലും പല കാരണങ്ങളാൽ കരാറുകാരൻ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. എംഎൽഎയും പഞ്ചായത്ത് അധികൃതരും പലതവണ ഇടപെട്ടിട്ടും കരാറുകാരനും ഉദ്യോഗസ്ഥരും സഹകരിച്ചില്ല. ഇക്കാരണത്താലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ പ്രദേശവാസികൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് സമരം സംഘടിപ്പിച്ചത്. മുൻപ് റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും വ്യത്യസ്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയത്. സാധാരണയായി ഹർത്താലുകളോട് വിമുഖത പുലർത്തുന്നവരാണ് ചളിങ്ങാട് നിവാസികൾ. എന്നാൽ ഇന്നു നടന്ന ഹർത്താലിനെ പിന്തുണച്ച നാട്ടുകാർ കടകൾ അടച്ചിട്ട് പ്രതിഷേധത്തിൽ പങ്കാളികളായി. രാവിലെ ചളിങ്ങാട് പള്ളിവളവിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തിരുത്തി പള്ളിവളവ് ചുറ്റി ചളിങ്ങാട് സമാപിച്ചു. നിരവധി പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ആക്ഷൻ കൌൺസിൽ അംഗങ്ങളായ അനസ് അബൂബക്കർ, ഹുസൈൻ ബുറാക്ക്, പി എ നസീർ, നാസർ ചളിങ്ങാട്, പി എ അബൂബക്കർ, ഷിയാസ് വനിത, ഇസഹാഖ് പൊന്നാത്ത്, ടി എ അഹമ്മദ്, മഹല്ല് സെക്രട്ടറി പി എ മുഹമ്മദ്, മദ്രസ സെക്രട്ടറി നൌഷാദ് തിണ്ടിക്കൽ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, പി എം സൈനുദ്ദീൻ, അൻസ മോൾ, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സീന ഇസ്മായിൽ, നഹിദ സലീം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി എൽ പോൾസൺ, നൌഷാദ് കില്ലാടി, പി എം ഷംസുദ്ദീൻ, ഷാജി ഒറ്റത്ത എന്നിവർ സംസാരിച്ചു. മർഹൂം മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. വ്യാഴാഴ്ചയാണ് ആണ്ടുനേർച്ച. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ടുനേർച്ചയുടെ കൊടികയറ്റവും പ്രാർത്ഥനയും കെ എഫ് ശംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം നിർവഹിച്ചു. ജാറത്തിന്റെ പ്രധാന ഭാരവാഹികളായ കെ എ സയ്യിദ് മുഹമ്മദ്, എം എച്ച് അബ്ദുൽ ഖാദർ, എം വൈ മുഹമ്മദ് റംസാൻ, എം എസ് ഈസ, കെ എസ് ഷിഹാബുദ്ദീൻ, ആർ കെ മുസ്തഫ, ആർ എം ഷിഹാബ്, ഇസഹാഖ് ദാരിമി, കെ എസ് മുഹമ്മദ്, എം വൈ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സ്വലാത്ത് മജിലിസിനും പ്രഭാഷണത്തിനും ഉസ്താദ് ഹാഫിൾ സിറാജുദ്ദീൻ ഖാസിമി വത്തനാപുരം നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ട് നടന്ന ദിക്ർ ഹൽഖയ്ക്കും പ്രഭാഷണത്തിനും ഉസ്താദ് അനസ് അമാനി പുഷ്പഗിരി നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മൌലീദ് പാരായണം നടക്കും. തുടർന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടാകും. വൈകിട്ട് 4 നടക്കുന്ന ഖത്തം ദുആയ്ക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ നേതൃത്വം നൽകും. ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിലെ ഗുരുതരമായ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യു.ഡി.എഫ് എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പൊതുപണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ടുവരണമെന്നും അഴിമതിയിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയിൽ ഭൂമി വാങ്ങിയ നടപടികളിൽ സുതാര്യതയില്ലെന്നും പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ സജയ് വയനപ്പിള്ളിൽ, CC ബാബുരാജ്, UDF നേതാക്കളായ PD സജീവ്, EK മുഹമ്മദ്, MU ഉമറുൽ ഫാറൂഖ്, PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കില്ലത്ത്, മുഹമ്മദ് നബീൽ, ഷീബ സതീഷ്, PP സലീം, TN നാസിമുദ്ദീൻ, സഗീർ ചന്ദ്രാപിന്നി, മൻസൂർ, സിദ്ദിഖ് കന്നത്തുപടി, ഡേവിസ് മാളിയേക്കൽ, സഫർ അലി ഖാൻ, ഷഹന കാട്ടുപറമ്പിൽ, AK ജമാൽ, അമ്പിളി പ്രിൻസ്, CD ലിറ്റി, ലൈല മജീദ്, ബിഷ സത്യൻ, KH മുഹമ്മദ്, ഷജിൽ ചന്ദ്രാപിന്നി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി വള്ളിശ്ശേരി വട്ടമാവ് സ്വദേശി പട്ടത്ത് നാരായണൻ എഴുത്തച്ഛൻ മണി നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4:30 ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,460 രൂപ, പവന് 1,07,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറളം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന BJPയെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ് നീക്കം.
അവണിശ്ശേരി ആനക്കല്ലിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായ മൺതിട്ടകൾ നീക്കം ചെയ്ത് ചുമട്ടുതൊഴിലാളികളുടെ ശ്രമദാനം. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകരാണ് മൺതിട്ടകൾ പൊളിച്ചുമാറ്റിയത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരം. നൂറുകണക്കിന് ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.